നമ്പർ 10 നിതീഷ് കുമാർ റെഡ്ഡി. 2024 സീസണിലെ മികച്ച പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ 6 കോടി രൂപയ്ക്കായിരുന്നു ഹൈദരാബാദ് നിതീഷിനെ റീറ്റെയിൻ ചെയ്തത്. പക്ഷേ അതിനുള്ള റിസൾട്ട് അവർക്ക് കിട്ടിയെന്ന് തോന്നുന്നില്ല. 11 ഇന്നിംഗ്സിൽ 152 റൺസും 2 വിക്കറ്റുമാണ് താരത്തിന്റെ ഈ സീസണിലെ ആകെ സമ്പാദ്യം. സ്ട്രൈക്ക് റേറ്റ് 118 മാത്രമായിരുന്നു. സീസണിന്റെ തുടക്കത്തിൽ മിഡിൽ ഓവേഴ്സിൽ ഇറങ്ങിയിരുന്ന താരത്തെ പിന്നീട് മോശം ഫോം കാരണം ലോവർ ഓർഡറിലേക്ക് ഇറക്കി അനികേത് വർമ്മയെ പ്രൊമോട്ട് ചെയ്യിപ്പിച്ചായിരുന്നു ഹൈദരാബാദ് കളിച്ചിരുന്നത്. നിതീഷിന്റെ ബൌളിംഗ് എബിലിറ്റി ഹൈദരാബാദ് കാര്യമായി ഉപയോഗിച്ചതായും തോന്നുന്നില്ല. നമ്പർ 9 തിലക് വർമ്മ. 8 കോടി രൂപയ്ക്കായിരുന്നു മുംബൈ തിലകിനെ ഇത്തവണ നിലനിർത്തിയത്. എന്നാൽ നമ്പർ 3 ബാറ്ററായ തിലകിന് അദ്ദേഹത്തിന്റെ യൂഷ്വൽ ബാറ്റിംഗ് പൊസിഷൻ ക്വാളിഫയർ 2-ൽ മാത്രമാണ് മുംബൈ കൊടുത്തത്. ബാക്കി എല്ലാ മത്സരത്തിലും 5-6 പൊസിഷനിലേക്ക് വരെ തിലക് മാറ്റപ്പെട്ടിരുന്നു. അത് താരത്തിന്റെ പെർഫോമൻസിനെയും ബാധിച്ചു എന്നത് കണ്ടാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമായിരുന്നു. 13 മത്സരത്തിൽ 343 റൺസാണ് 138 സ്ട്രൈക്ക് റേറ്റിൽ തിലക് ഇത്തവണ നേടിയത്. തൊട്ടു മുൻപ് നടന്ന സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ 2 സെഞ്ചുറി നേടിയ ശേഷമാണ് തിലക് ഈ പെർഫോമൻസ് IPL-ൽ നടത്തിയത്. നമ്പർ 8 രജത് പട്ടിദാർ. ക്യാപ്റ്റൻ എന്ന നിലയിൽ RCB അവരുടെ ആദ്യ കിരീടത്തിലേക്ക് നയിച്ച താരമാണ് രജത് പട്ടിദാർ. 11 കോടിയായിരുന്നു താരത്തെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി RCB മുടക്കിയത്. 250യോടെ പട്ടിദാർ സീസൺ തുടങ്ങിയെങ്കിലും ലാസ്റ്റ് 10 മത്സരത്തിൽ 2 തവണ മാത്രമാണ് 20-ന് മുകളിൽ പട്ടിദാർ സ്കോർ ചെയ്തത്. സെക്കൻഡ് ഹാഫ് മത്സരങ്ങളിൽ ഫൈനലിൽ മാത്രമാണ് 20-ന് മുകളിൽ താരം പോയത്. മിഡിൽ ഓവേഴ്സിൽ സ്പിൻ ബാഷർ എന്ന ടാഗിൽ വരുന്ന പട്ടിദാർ എന്ന ബാറ്റ്സ്മാന് ബിലോ ആവറേജ് സീസണാണ് ഇത്തവണ കിട്ടിയത്. 13 ഇന്നിംഗ്സിൽ 286 റൺസ് മാത്രമാണ് പട്ടിദാറിന്റെ സമ്പാദ്യം. നമ്പർ 7 ഷിംറോൺ ഹെറ്റ്മയർ. ബട്ട്ലറെ പോലും ഒഴിവാക്കി 11 കോടി മുടക്കിയാണ് ഹെറ്റ്മയറെ രാജസ്ഥാൻ ഇത്തവണ നിലനിർത്തിയത്. ഒരു ഫിനിഷറായിട്ടായിരുന്നു താരം ടീമിൽ കളിക്കുന്നത്. എന്നാൽ രാജസ്ഥാൻ ഇത്തവണ പ്ലേ ഓഫ് കാണാതെ പോയത് അവരുടെ ഫിനിഷിംഗിലെ ഒറ്റ പോരായ്മ കൊണ്ടായിരുന്നു. അതിൽ പ്രധാന പങ്ക് ഹെറ്റ്മയർക്കുണ്ട്. 13 ഇന്നിംഗ്സിൽ 239 റൺസ് മാത്രമാണ് 21 ആവറേജിൽ ഹെറ്റ്മയർ ഇത്തവണ നേടിയത്. നമ്പർ 6 ശിവൻ ദൂബെ. പട്ടിദാറിനെ പോലെ തന്നെ സ്പിൻ ബാഷർ എന്ന ടാഗിലാണ് ദൂബെ മിഡിൽ ഓവേഴ്സിൽ ചെന്നൈക്ക് വേണ്ടി വരുന്നത്. എന്നാൽ ദൂബെയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് ഇത്തവണ സ്പിൻ ആയിരുന്നു. 8 മത്സരത്തിൽ സ്പിന്നിനെതിരെ താരം ഔട്ടായപ്പോൾ സ്ട്രൈക്ക് റേറ്റ് 118 മാത്രമായിരുന്നു. അതിനുശേഷം താരത്തെ നമ്പർ 6-ലേക്ക് മാറ്റിയപ്പോഴായിരുന്നു കുറച്ച് റൺസ് താരം സ്കോർ ചെയ്യാൻ തുടങ്ങിയത്. 13 ഇന്നിംഗ്സിൽ 357 റൺസാണ് ദൂബെ നേടിയത്. 12 കോടിയുടെ പ്രൈസ് ടാഗ് നോക്കുമ്പോൾ ടീമിന് ഗുണമുള്ള രീതിയിൽ കാര്യമായ പെർഫോമൻസ് വന്നിട്ടില്ല. നമ്പർ 5 ആന്ദ്രെ റസൽ. 12 കോടിക്ക് ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരായ കൊൽക്കത്ത നിലനിർത്തിയ താരമായിരുന്നു റസൽ. പക്ഷേ റീസെന്റായി താരത്തിന്റെ ബാറ്റിംഗിൽ കാണുന്ന അതേ പ്രശ്നം ഇത്തവണയും കണ്ടപ്പോൾ വെറും 18 ആവറേജിൽ 167 റൺസാണ് റസൽ ഇത്തവണ നേടിയത്. ബൌളിംഗിൽ 8 വിക്കറ്റ് താരം എടുത്തു. റസലിനെ പോലെ ഒരു താരത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇമ്പാക്ട് നോക്കുമ്പോൾ ഇത് വെറും മീഡിയോക്കർ പെർഫോമൻസ് മാത്രമാണ്. നമ്പർ 4 മദീഷ പതിരാന. 13 കോടിക്ക് CSK നിലനിർത്തിയ പതിരാന അദ്ദേഹത്തിന്റെ തന്നെ റീസെന്റ് IPL പെർഫോമൻസ് വെച്ച് വളരെ മോശം സീസണാണ് ഇത്തവണ കിട്ടിയത്. 12 മത്സരത്തിൽ 13 വിക്കറ്റ് മാത്രം എടുത്തപ്പോൾ 10-ന് മുകളിലായിരുന്നു പതിരാനയുടെ എക്കോണമി. ബൌളിംഗിൽ ഒരുപാട് എക്സ്ട്രാസ് ഇത്തവണ വരുന്നുണ്ടായിരുന്നു. സോ താരം ഒട്ടും മൃതത്തിലല്ല എന്നത് അതുതന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. നമ്പർ 3 റിങ്കു സിംഗ്. 13 കോടിക്ക് കൊൽക്കത്ത നിലനിർത്തിയ താരമായിരുന്നു റിങ്കു സിംഗ്. പക്ഷേ ഫിനിഷിംഗിൽ റസലിനൊപ്പം റിങ്കുവിനും ഒരു മോശം സീസൺ കിട്ടിയത് ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരെ പിന്നോട്ട് വലിച്ചു. 11 ഇന്നിംഗ്സിൽ 206 മാത്രമാണ് റിങ്കുവിന്റെ ഈ വർഷത്തെ സമ്പാദ്യം. നമ്പർ 2 രോഹിത് ശർമ്മ. 16.3 കോടിക്ക് മുംബൈ നിലനിർത്തിയ അവരുടെ മുൻ ക്യാപ്റ്റനാണ് രോഹിത്. പക്ഷേ ഒരു IPL ലെജൻഡ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന താരത്തിന് മിക്സ്ഡ് ആയ സീസണായിരുന്നു ഇത്തവണ കിട്ടിയത്. മിഡിൽ ഫേസിൽ നടന്ന 3 മത്സരങ്ങളിൽ 50 അടിച്ച ടീമിന്റെ വിജയത്തിൽ രോഹിത് നിർണായക പങ്ക് വഹിച്ചിരുന്നു. പക്ഷേ ഗ്രൂപ്പ് സ്റ്റേജിൽ അതിനു മുൻപോ അതിനുശേഷമോ 3 ഓവർ തന്നെ ക്രീസിൽ കഷ്ടിയാണ് രോഹിത് നിൽക്കുന്നത്. ശേഷം എലിമിനേറ്ററിൽ കിട്ടിയ ചാൻസസ് ഒക്കെ മുതലാക്കി അടുത്ത 50 അടിച്ചു. ഓവറോളായി 4 മത്സരം മാറ്റി നിർത്തിയാൽ രോഹിത് എന്ന പ്ലെയറുടെ സ്റ്റാൻഡേർഡ് വെച്ച് താരം കളിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. 15 ഇന്നിംഗ്സിൽ 418 റൺസാണ് രോഹിത് ഇത്തവണ നേടിയത്. നമ്പർ 1 റാഷിദ് ഖാൻ. 18 കോടിക്ക് ഗുജറാത്ത് നിലനിർത്തിയ താരമാണ് റാഷിദ് ഖാൻ. പക്ഷേ താരത്തിന് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം സീസണായിരുന്നു ഇത്തവണ കിട്ടിയത്. ലെങ്ത് ഒട്ടും കീപ്പ് ചെയ്യാൻ റാഷിദിന് സാധിക്കാതെ പോയതോടെ വരുന്ന ഒട്ടുമിക്ക ബാറ്റേഴ്സും താരത്തിനെ എടുത്തലക്കുന്നുണ്ടായിരുന്നു. 53 ആവറേജിൽ 14 ഇന്നിംഗ്സിൽ 9 വിക്കറ്റാണ് റാഷിദിന്റെ ഈ സീസണിലെ ആകെ സമ്പാദ്യം.